നമസ്കാരം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം തുടരുന്ന രണ്ട് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതികരണം കാണുകയായിരുന്നു. നിങ്ങൾ കൂടി അത് കേൾക്കണം. എന്തുകൊണ്ടെന്നാൽ, എങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് മറ്റുള്ളവരെ വിളിച്ച് അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രലോഭന വാക്കുകൾ കൊടുക്കുക, അവരെ കൊണ്ട് കാര്യസാധ്യത്തിന് ശേഷം എങ്ങനെയാണ് അവരെ മനസാക്ഷിയില്ലാതെ പറ്റിക്കുക എന്നത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരാൾ അയാൾക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന വികാരമുള്ള മനുഷ്യരെ പോയി തേടിപ്പിടിച്ച് കണ്ടെത്തി അവരെ പരമാവധി മാനസികമായി ചൂഷണം ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ അവരെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില മനുഷ്യരൊക്കെ ഈ കള്ളു കുടിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അമ്മാതിരി പ്രവർത്തനം. ഒരു മുഖ്യമന്ത്രിയാണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് നടത്താത്തത്. അങ്ങനെയുള്ള പ്രവർത്തനം നടത്തി എന്ന് ആ കുട്ടികളുടെ പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ. അത് മാത്രം കൂടിയല്ല, വിരോധാഭാസം കേൾക്കണോ, ഞങ്ങൾ അന്നത്തെ സമരത്തിന് ഫണ്ട് തന്നവരും കൂടിയായിരുന്നു. ഇലക്ഷന് മുൻപ് ഞാൻ കണ്ട ഒരു കാര്യമാണ്, അതായത് ഇപ്പോഴത്തെ CM ആയിട്ടുള്ള വി.ഡി. സതീശൻ സാറ് അന്ന് ഒരുപാട് PSC റാങ്ക് ലിസ്റ്റിൽ റാങ്ക് വന്ന കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് അവർക്ക് ഇതുവരെ നിയമനം ആയിട്ടില്ല എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വളരെ വിശദമായിട്ട് ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, നോട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഇപ്പോ അദ്ദേഹം പറഞ്ഞത് അതേപോലെ തിരിച്ചെടുത്തു. അതായത് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച ടീച്ചറാണ് നിരാഹാരം കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ചോദിച്ചതാണ് CM ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പൊ CM പറഞ്ഞതാണ്, നിങ്ങൾ പ്രസിഡന്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ പ്രശ്നം കേരളത്തിന്റെ പ്രശ്നം, കേരളത്തിന്റെ പ്രശ്നം. കാരണം യുവാക്കളുടെ തൊഴിലില്ലായ്മ കേരളത്തിന്റെ പ്രശ്നമാണ്. അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ കയ്യിൽ കൃത്യമായ ഫോർമുലയുണ്ട്. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ജോലികൾക്ക് വേണ്ട, നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടാൻ വേണ്ട പ്രവർത്തനങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ട് CM മാത്രമല്ല, ഇപ്പോഴത്തെ MP ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മുൻ UDF നേതാക്കന്മാരായ കുറെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ സമരപ്പന്തലം സന്ദർശിച്ചില്ല. കാരണം ഞങ്ങൾ ഇന്ന് തുടങ്ങിയ ഒരു സമരമല്ല. അതായത് ഇത് കഴിഞ്ഞ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ സമരം നടത്തിയിരുന്നു. അന്ന് വന്ന് ഞങ്ങൾ സമരപ്പന്തലിൽ വന്ന് സംസാരിച്ചവരായിരുന്നു ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ. അപ്പൊ അത് മാത്രമല്ല, കഴിഞ്ഞ ഞങ്ങളുടെ സമരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ. അത് മാത്രം കൂടിയല്ല, വിരോധാഭാസം കേൾക്കണോ, ഞങ്ങൾ അന്നത്തെ സമരത്തിന് ഫണ്ട് തന്നവരും കൂടിയായിരുന്നു. സത്യത്തിൽ കണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നത്? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവരെ ആവശ്യമുണ്ടായിരുന്നു. അവരുടെ വികാരത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എത്ര വിദഗ്ധമായിട്ടൊരു മണി ചെയിൻ തന്ത്രം പ്രയോഗിച്ചതും ഇവരെ വിളിച്ച് മാനസികമായി പ്രലോഭിപ്പിക്കുക. വേണ്ടതെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നോ, കയറിയ ഉടനെ നിയമനം. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എത്ര ദിവസമായി കിടക്കുന്നു. ആശാസമരക്കാരെ കൊണ്ടുവന്നിട്ട് അവരുടെ വികാരത്തെക്കുറിച്ചും 1000 രൂപയെക്കുറിച്ചൊക്കെ വലിയ ക്ലാസ് എടുത്ത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരുതരം വികാരമുണർത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. നാട്ടുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെയൊക്കെ തുലയ്ക്കാൻ പറ്റും, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം കച്ചവടം നടത്തി എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നാട്ടുകാരെ രക്ഷപ്പെട്ടാലും അവൻ കിടന്ന് അനുഭവിച്ചാലും അതൊന്നും എൻ്റെ വിഷയമല്ല. അവൻ അങ്ങനെ കിടന്ന് ഗതി പിടിക്കാതെ കിടക്കേണ്ടവനാണ്. ഞാനും എൻ്റെ കുടുംബമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റിക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ അമ്മാവനെ കാണാൻ പോയ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നാട് മനസ്സിലാക്കേണ്ടത്? വാക്കും പ്രവൃത്തിയും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് തുലനം ചെയ്ത് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തി ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ മുന്നിൽ വന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് പതപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിന്ന് നിറവേറ്റി തരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അതിന് ആണയിടുന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കുക കാപട്യമാണ്. ചിരിക്കണ്ട, പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധമായി കേട്ടാൽ മതി. അതിന് നിങ്ങൾക്ക് തിരിച്ചനുകൂലമായിട്ട് മോഹന വാഗ്ദാനങ്ങൾ അങ്ങ് വാക്കാൽ തരണ്ട. മിണ്ടാതെ പോയാലും നിങ്ങളെ മനസ്സിലാകുന്ന മനുഷ്യരാണെങ്കിൽ അത് ചെയ്തിരിക്കും. നിങ്ങളോടൊപ്പം ചിരിച്ച് തോളിക്കൈയിട്ട് താടി പിടിച്ച് തടവി കവിളിലൊക്കെ തട്ടിയിട്ട് പോകും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ തേച്ചിട്ട് പോകുന്നു എന്നുള്ളതെന്ന് ഇനിയെങ്കിലും ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ മുൻനിർത്തി കേരളം മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. മറ്റുള്ളവർക്ക് ആർക്കും ഇത്തരം ഗതികേട് വരാതിരിക്കട്ടെ. കാര്യം നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണല്ലോ നമ്മുടെ നിരാശ കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത്. ഇന്നലകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ വാക്കാണല്ലോ പ്രധാനം. അങ്ങനെ വാക്കുകൊടുത്ത് വഴിയാധാരമാക്കിയവരെയാണ് നിങ്ങൾ കേട്ടത്. ഇനിയുള്ള കാലത്തെങ്കിലും ഇതുപോലുള്ള പൂക്കിമാരെ കൊണ്ട്, ഇത് ഒരു പൂക്കിയുടെ വേർഷൻ എക്സാമ്പിളാണ്, ഇതുപോലുള്ള അനേകായിരം പൂക്കിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പ്രലോഭന വാക്കുകളിൽ വീഴാതിരിക്കാൻ നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഒരു അനുഭവ സമ്പത്താകട്ടെ.